നമസ്കാരം. CPM-ന്റെ അല്ലെങ്കിൽ DYFയുടെ നേതാവായ റിബേഷ് രാമകൃഷ്ണനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തോട്ട് വരും. നമുക്കറിയാം, കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രത്യാരോപണങ്ങളാണ് 2024 ലോക്സഭാ ഇലക്ഷനിൽ നടന്നുകൊണ്ടിരുന്നത്. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ വടകര പാലക്കാട് MP ആയിരുന്ന ഷാഫി പറമ്പിൽ MLA വടകര പോയി മത്സരിക്കുന്നു. വടകര MP സ്ഥാനത്തോട്ട് മത്സരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ശൈലജ ടീച്ചറും ഈ പറഞ്ഞ പോലെ ഷാഫി പറമ്പിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സന്ദർഭമായിരുന്നു. എല്ലാവരും കേരള രാഷ്ട്രീയം മൊത്തം ഒന്നടങ്കം വലിയ തരത്തിലുള്ള ആകാംക്ഷയോടെ കാത്തുന്ന ഒരു ഇലക്ഷനായിരുന്നു അത്, ആ ഒരു റിസൾട്ടായിരുന്നു അത്. പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ ഏകദേശം 1.5 ലക്ഷത്തിന് വൻ ഭൂരിപക്ഷത്തോടു കൂടി ഷാഫി പറമ്പിൽ തന്നെ വിജയിക്കുന്നു. മാത്രമല്ല അദ്ദേഹം MP ആയി പോകുന്നു. ആ സമയത്ത് ഷാഫി പറമ്പിൽ നേരിട്ട ഏറ്റവും വലിയൊരു ആരോപണം, വടകര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ ജാതി മത സമവാക്യങ്ങൾ നോക്കുമ്പോൾ ഷാഫി പറമ്പിൽ അത്ര തരത്തിലുള്ള ജയിക്കാൻ പറ്റുന്നൊരു ചാൻസില്ല. അത് കൃത്യമായി മുതലെടുക്കാൻ വേണ്ടി CPM-ന്റെ എല്ലാ നേതാക്കന്മാരും ഞാൻ പറയുന്നില്ല, പക്ഷേ CPM-നുള്ളിൽ ഇത്തരത്തിൽ കുറച്ച് ആളുകൾ കളിച്ചു എന്നുള്ളത്, അതും അവർ പറഞ്ഞതുപോലെ മതകാര്യങ്ങൾ BJP ആണ് സാധാരണ ഇത്തരത്തിൽ ജാതീയപരമായിട്ടും അല്ലെങ്കിൽ മതക്കാരുടെ എല്ലാം ഇറക്കി നോർത്ത് ഇന്ത്യയിൽ കളിക്കാറുള്ളത്. അതേ കളി കേരളത്തിലെ ഇടതുപക്ഷം ആ സമയത്ത് കളിച്ചു എന്നുള്ളതാണ്. ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നു. ആ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യരുത്, അവരെല്ലാം കാഫിറാണ് എന്നുള്ള തരത്തിലുള്ള ഒരു മെസ്സേജ് പുറത്തോട്ട് പോകുന്നു. അതാണ് പിന്നീട് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായിരുന്നു. ഷാഫി പറമ്പിൽ ബാക്കിയുള്ളവരെ കാഫിർ എന്ന് വിളിക്കുന്നു. ആ സ്ക്രീൻഷോട്ട് കേരളത്തിൽ ഒന്നാകെ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്നു. ഷാഫി പറമ്പിലിനെ പോലുള്ള നല്ലൊരു സെക്യുലർ ഫേസുള്ള ഒരാൾ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുമോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളെല്ലാം അന്നേ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഷാഫി പറമ്പിൽ കാര്യങ്ങൾ പറഞ്ഞതിന് ഇതിനുള്ള കൃത്യമായ നടപടി ഉണ്ടാവണം, അന്വേഷിക്കണം എന്ന് പറയുന്നു. പക്ഷേ അന്വേഷണമൊന്നും എവിടെയും എത്തുന്നില്ല. പിന്നീട് അന്വേഷണമെല്ലാം മന്ദഗതിയിലോട്ട് പോകുന്നു. അന്വേഷണം എവിടെയും നടക്കാണ്ട് പോകുന്നു. എന്നിരുന്നാൽ പോലും അന്ന് തന്നെ ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും ആവശ്യമായി ബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതും. ഷാഫിയുടെ മുഖത്തേറ്റ വലിയ തിരിച്ചടിയായിരുന്നു അവസാനം. പക്ഷേ ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്കത് മനസ്സിലായി എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഷാഫി അവിടെ കൃത്യമായി വിജയിക്കുന്നു. അതിനുശേഷവും ഷാഫി പറമ്പിൽ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഷാഫിയുടെ ഇമേജ് വെച്ചാണ് അവിടെ നിന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ CPM കളിച്ചത്. തോൽക്കോ ജയിക്കോ അത് രണ്ടാമത്തെ കാര്യം. ഒരുപക്ഷെ ഷാഫി തോറ്റു തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ആര് ജയിച്ചോ അതൊരു കാര്യമേ അല്ല. പക്ഷേ പിൽക്കാലത്ത് അവിടെ ഉണ്ടാകാൻ പോകുന്ന മതധ്രുവീകരണം അതൊരിക്കലും പിന്നീട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് പോകുമായിരുന്നു. അത് കേരളത്തിൽ എവിടെയായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ മതങ്ങളെല്ലാം എടുത്ത് കളിച്ച് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏകദേശം 28% വരുന്ന മുസ്ലിങ്ങളും അതുപോലെ തന്നെ 17% വരുന്ന ക്രിസ്ത്യൻസും ബാക്കി വരുന്ന 53% വരുന്ന ഹിന്ദുസും ഇവിടെ ഉണ്ടെങ്കിൽ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് വളരെയേറെ സമാധാനത്തോട് കൂടി പോകുന്ന ഒരു സന്തുലിതാവസ്ഥയാണ് കേരളത്തിലുള്ളത്. പക്ഷെ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് മൊത്തം ഹിന്ദു വോട്ടും കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി കളിക്കുന്ന BJP-യുടെ നോർത്ത് ഇന്ത്യയിൽ അതേ കളി കേരളത്തിലും CPM കളിച്ചു എന്നുള്ളതാണ്. ഞാനൊരിക്കലും അതീ പറഞ്ഞ പോലെ CPM-ന്റെ നല്ല നേതാക്കന്മാർ, ഇപ്പം ഞാൻ വിചാരിക്കുന്ന P. ജയരാജനെ പോലുള്ള നേതാക്കന്മാർ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യില്ല. പിന്നെ ആരാണ് ഈ സാധനം കളിച്ചത് എന്നുള്ള ചോദ്യചിഹ്നം അവിടെ വരുന്നുണ്ട്. എന്തായാലും മതേതര കേരളത്തിൻ്റെ മുമ്പിലോട്ട് ഇത്തരത്തിലുള്ള കാർഡുകൾ ഇറക്കി കഴിഞ്ഞാൽ അത് വിജയിക്കാൻ പോവാത്തൊരു കാര്യമാണ്. ഇതറിഞ്ഞിട്ടും ആരാണിത് കളിച്ചത് എന്നുള്ള ചോദ്യചിഹ്നം വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ ഷാഫി പറമ്പിലിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല, ഉള്ളിലെ പിണറായി വിജയനെതിരെയുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ നേതാവായി വരാൻ ചാൻസ് ഉള്ള KK ശൈലജയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് കളികളായിരുന്നു. എന്നിരുന്നാൽ പോലും ആ വിഷയത്തിൽ ശൈലജ തോൽക്കുന്നു. ശൈലജ ടീച്ചറുടെ ഭാവി അതോടെ ഇല്ലാണ്ടാകുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ 2026 നിയമസഭാ ഇലക്ഷനിൽ തൊടുമ്പം ഈ പറഞ്ഞ പോലെ സണ്ണി ജോസഫിനെതിരെ കൊണ്ടുപോയി മത്സരിക്കാനിരുത്തുന്നു. അവിടെ അതിദയനീയമായി തോൽക്കുന്നു. അപ്പം ഇത്തരത്തിൽ ശൈലജ ടീച്ചറെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള കാര്യം വളരെ കൃത്യമായിരുന്നു. ഇങ്ങോട്ട് വരുമ്പം ഷാഫി പറമ്പിലിൻ്റെ കാര്യം, ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ സാമുദായിക സന്തുലിതാവസ്ഥ ഇല്ലാണ്ടാക്കുന്ന തരത്തിലുള്ള ധ്രുവീകരണ അല്ലെങ്കിൽ വർഗീയ കാർഡാണെന്ന് CPM-ന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ DYFയുടെ നേതാക്കന്മാർ, DYFയുടെ റിബേഷ് പോലുള്ള ഏകദേശം 3ഓളം ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇതുവരെ. അതിൽ പല ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ഇപ്പോൾ ഈ റിബേഷിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ കേസെടുത്ത് ചോദ്യം ചെയ്ത് അപ്പോൾ തന്നെ വിട്ടയച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ UDF സർക്കാരിൻ്റെ മേൽ വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം ഈ പറഞ്ഞ പോലെ അന്ന് വർഗീയ കാർഡിറക്കിയ CPM-ന്റെ ഈ നേതാക്കന്മാർക്കെതിരെ UDF സർക്കാർ പുതുതായിട്ട് അധികാരത്തിലേർക്കുമ്പോൾ ഏകദേശം 2 മാസം ഒരാഴ്ചയും തീരുമ്പോൾ എന്ത് നിലപാടെടുക്കും എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തരത്തിലുള്ള പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഓൾറെഡി ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട CPM വലിയ തരത്തിലുള്ള പ്രശ്നത്തിലൂടെ പോകുന്നു. പല CPM-ഉം DYFയും SFI നേതാക്കളും നിലവിൽ ജയിലിലാണ്. അപ്പം ഇതെല്ലാം കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കുമ്പം CPM ഓൾറെഡി ഈ പരിക്കൻ സ്വഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഈ കേസ് കൂടി വന്നു കഴിഞ്ഞാൽ CPM ഇതിനെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ള വലിയ ചോദ്യചിഹ്നമുണ്ട്. ഈ പറഞ്ഞ പോലെ CPM-ന് 1-2 പ്രവർത്തകർ ഇത് ചെയ്തുകൊണ്ട് എല്ലാ CPM ഇങ്ങനെ ഇത്രക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ CPM-നുള്ള തല മുതിർന്ന നേതാക്കളും ഇത്തരത്തിലുള്ള ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കേരള ജനതയുടെ
മതനിരപേക്ഷക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള വർഗീയ കാർഡ് ഉപയോഗിച്ച് കളിക്കുമ്പോൾ ഒരിക്കലും ബാക്കി ഏത് പാർട്ടി ഇത് കളിക്കുകയാണെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസോ കളിക്കുകയാണെങ്കിൽ പോലും മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നുമില്ല, മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണുന്നവരാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടിക്കാരാണ് ഇടതുപക്ഷം. അതേ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നു. കാര്യങ്ങളെല്ലാം CPM-ന്റെ കൈവിട്ട് പോകുന്നു. DYFIയുടെ മുതിർന്ന നേതാക്കന്മാരിലേക്ക് സാധനം നേരിട്ട് വിരൽ ചൂണ്ടുന്നു. DYFIയുടെ ഏകദേശം 3ഓളം ആളുകൾ ഇപ്പോൾ തന്നെ അറസ്റ്റിലായി വിട്ടയക്കപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങളുടെ പോക്ക് വളരെ ഗൗരവപരമായ കാര്യത്തിലോട്ടാണ്. CPM-ന്റെ പല നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ മറ്റേതെങ്കിലും നേതാക്കന്മാരുടെ പേര് പറയുമോ എന്നുള്ള വലിയ തരത്തിലുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ പല നേതാക്കന്മാരും മുകളിൽ ഉണ്ടാവും, അവരുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ പറഞ്ഞതിന്റെ ഭാഗമായിട്ടായിരിക്കും DYFIയും CPIയും അല്ലെങ്കിൽ SFIക്കെല്ലാം ഇക്കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്ത് ഉന്നത നേതാക്കന്മാരിലേക്ക് സാധനം എത്തുമോ എന്നുള്ള വലിയ ചോദ്യം ചിഹ്നം കിടക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം റിബേഷിൽ മാത്രം ഈ കേസ് ഒതുങ്ങുമോ എന്നുള്ളത്. അതല്ല റിബേഷിൽ നിന്നും ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് CPM-ന്റെ പല നേതാക്കന്മാരിലേക്കും ഈ സാധനം എത്തുമോ എന്നുള്ളതും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.